നമ്മളില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഡെയിലി അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ദിവസം 2 ദിവസം ഇല്ലെങ്കിൽ സീസൺ ടൈമിലാണെങ്കിൽ ഇവിടെ നല്ല ആക്സിഡൻ്റ് ഉണ്ടാവും. അവരെ പുറകെ ഇത് കണക്ക് മലയാളി ഹിന്ദി ആൾക്കാർ പോകും. നമ്മൾ വിസിലടിച്ചാലും അവരെ മുന്നേ നിൽക്കുന്ന ആളിനെ കാണിക്കും, അവർ നിൽക്കുന്നതാന്ന് പറയാം. അതൊരു വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ വണ്ടിയിലായിരുന്നു. ഇത് കേട്ടപ്പോൾ ഓടി വന്നതാ. ഇനി ഞങ്ങൾ മരിച്ചാൽ, ഞങ്ങൾ കടലിൽ വീണ് മരണപ്പെട്ടാൽ ഒരു രക്ഷയില്ല. സർക്കാർ മാറി മാറി വന്നാലും ഒരു രക്ഷയില്ല. കേരള സർക്കാരിൽ ഒരുപാട് ഗവൺമെന്റ് ജീവനക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് അതിന് ശമ്പളമുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോവളത്താണ്. ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ഒരുപാട് ഈ വെക്കേഷൻ സമയത്ത് ഒരുപാട് ആൾക്കാരാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ലൈഫ് ഗാർഡുകൾ നിയമിച്ചത്. എന്നാൽ ഇപ്പോൾ ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊരു വാർത്തയാണ് വന്നിട്ട് അതനുസരിച്ച് കേരള റെസിഡന്റ് വന്നിരിക്കുന്നത്. ചേട്ടാ, എന്താണ് പേര്? എൻ്റെ പേര് രമേഷ് കുമാർ എം. എത്ര നാളെ ഇവിടെ ജോലിക്ക്? ഞാൻ 20 വർഷമായി. ഇപ്പൊ ശമ്പളം കിട്ടില്ല സംഭവം എന്താണത്? ശമ്പളം കിട്ടുന്നത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശമ്പളം ലേറ്റ് ആവുമെന്ന് പറയുന്നു. ഈ മാസത്തെ ഇതാണ് പെൻഡിങ് ആയത്, കഴിഞ്ഞ മാസത്തേതാണ് പെൻഡിങ് ആയത്. ഇതുവരെ കിട്ടിയില്ല. ഇന്നിപ്പോൾ 15 ഇതുവരെ കിട്ടിയില്ല. അന്വേഷിപ്പ് എന്താണ് പറയുന്നത്? അന്വേഷിപ്പോൾ ശമ്പളം ലേറ്റ് ആവുമെന്നുള്ളൊരു ഇതേ കിട്ടിയിട്ടുള്ളൂ. വേറെ റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. ബോർഡിന്റെ കീഴിലാണോ സർക്കാരിന്റെ ഇതിലാണോ പറഞ്ഞത് ജോലിക്ക്? ഡെയിലി വേജസ് ആണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ എന്താണ്? അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ശമ്പളം ലേറ്റ് ആവും. എന്താണ് റീസണായിട്ടൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർക്ക് നിങ്ങളാണ് സുരക്ഷ ഒരുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചാണ് ജോലിക്ക് നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല എന്ന് പറയുമ്പോൾ അതെ, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് നമുക്ക് മാർച്ച് ആഡിറ്റിൻ്റെ ഇതാകുന്ന സമയത്തേക്ക് 1.5 മാസം 1.25 മാസത്തോളം അങ്ങനെയൊക്കെ ഇതിനു മുമ്പ് നേരത്തെ ലേറ്റ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ ലേറ്റ് ആയിട്ടുണ്ട് ആഡിറ്റിൻ്റെ വരുന്ന സമയത്ത്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചീഫ് വന്നതിന് ശേഷം അത്രത്തോളം ആയിട്ടില്ല. ഇതിപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഓഫീസിൽ തക്കതായി മറുപടി ഇട്ടിട്ടുണ്ടോ? തക്കതായിട്ട് മറുപടി ലേറ്റ് ആവും എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ, അങ്ങനെയല്ലേ? ലേറ്റ് ആവും, എന്താണെന്ന് റീസൺ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ശമ്പളം മുടങ്ങുമ്പോൾ കുടുംബജീവിതം വഴിതെറ്റിയല്ലേ? വളരെ ബുദ്ധിമുട്ടിലോട്ടാണ്. വിഷുവും എല്ലാം കഴിഞ്ഞു. തീർച്ചയായിട്ടും അതെ, വളരെ ബുദ്ധിമുട്ടിലാണ്. ഓരോരുത്തരും കടം വാങ്ങിച്ചും പിടിച്ചൊക്കെ വരാൻ പറ്റാത്തവരുമുണ്ട്. വണ്ടിക്കൂലി മുടക്കി വരാൻ പറ്റാത്തവരുമുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ ജോലി ടൈം എങ്ങനെയാണ് ഇവിടുത്തെ? ഞങ്ങളുടെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഇവിടുത്തെ ഡ്യൂട്ടി ക്രമം. രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ വീടുകളിലൊക്കെ പോവുകയാണ്. പിന്നെ ഇവിടെ ബീച്ചിലുള്ളത് പോലീസുകാരാണ്. അവർ വെള്ളത്തിൽ ഇറങ്ങാതെ അവർ നോക്കണം. നിങ്ങൾ ഇത്ര സുരക്ഷ, നിങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വന്നിട്ടും ശമ്പളത്തിന് വേണ്ടി മറ്റുള്ള മുമ്പിൽ കഴിഞ്ഞ അവസ്ഥയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ഇപ്പോൾ കൈനീട്ടേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 41 വർഷം ആയി. ഈ ലൈഫ് ഗാർഡ് സർവീസ് 1986 തുടങ്ങിയതാണ്. 41 വർഷമായി. സംഭവം ഇതുവരെയും ഞങ്ങളെ സ്ഥിരപ്പെടുത്താനോ അങ്ങനെയുള്ള മറ്റു ആനുകൂല്യങ്ങളോ ഇതുവരെ ഒന്നുമില്ല, ഒരു ആനുകൂല്യമില്ല. സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സംഘടന ഒരുപാട് സംഘടനകൾ CAT-ന്റെ കൂടെ കടന്ന് വർക്ക് ചെയ്ത് ഇപ്പോൾ INTCയിലും ഇതൊക്കെ നിൽക്കുന്നതാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ആര് വന്നിട്ടും ഒരു രക്ഷയില്ല. സർക്കാർ മാറി വന്നിട്ട് ഒരു രക്ഷയില്ല. സർക്കാർ മാറി വന്നാലും ഒരു രക്ഷയില്ല. കാരണം ഞങ്ങൾ അത്രത്തോളം അംഗബലമില്ല. കാരണം കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ 182 പേരേ ഉള്ളൂ. 200-ന് താഴെയാണ്. അത് 2 ദിവസമായിട്ട് വർക്ക് ചെയ്യാനാണ്, ഷിഫ്റ്റായിട്ടാണ്. ഇന്നൊരു ഷിഫ്റ്റ്, നാളെ ഒരു ഷിഫ്റ്റ്, അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ അംഗബലം കുറവായ കാരണം സർക്കാരിലോട്ടും അത് എത്തുന്നില്ല. ഞങ്ങളൊരു സമരമോ അങ്ങനെ എന്തെങ്കിലും ധർണ, എന്തെങ്കിലും പിക്കറ്റിങ് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ പോലും തുച്ഛമായിട്ടുള്ള ആൾക്കാരെ വന്ന് കൂടുന്നുള്ളൂ. അത് കാരണം ശ്രദ്ധിക്കപ്പെടുന്നില്ല. സമൂഹവും സർക്കാരിലോട്ട് ഇത് ശ്രദ്ധിക്കപ്പെടുന്നില്ല.
ചിലപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു സംഭവം നടത്താണ് ഒരു കുട്ടിയുടെ ജീവൻ തന്നെ നിങ്ങൾ രക്ഷിക്കുകയാണ്. അപ്പോൾ ആ നിങ്ങളുടെ ജീവൻ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പോയത്. എന്നിട്ട് നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവനോ പോലും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒന്നുമില്ല അങ്ങനെ ഒരു ആനുകൂല്യം ഒന്നുമില്ല. ഇനി ഞങ്ങൾ മരിച്ചാൽ, ഞങ്ങൾ കടലിൽ വീണ് മരണപ്പെട്ടാൽ, അതായത് ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്താണെന്ന് തോന്നുന്നത് ഒരു 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയണം. അത് കടലിൽ ലൈഫ് ഗാർഡ് മരണപ്പെടുന്നില്ല. കാരണം ലൈഫ് ഗാർഡ് അത്രയും കരുതലോടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ലൈഫ് ഗാർഡുകളെല്ലാം അത്രയും കരുതലോടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ എന്നല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലൈഫ് ഗാർഡുകൾ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈഫ് ഗാർഡുകൾ അത്രയും നല്ല കരുതലോടെ നിൽക്കുന്നുണ്ട്. അവർ കടലിൻ്റെ ടെക്നിക്കലുകളും കാര്യങ്ങളും അറിയാമെന്നുള്ള നീന്തലിൽ നല്ല മികവാണ്. കാലാകാലങ്ങളായി കടലിലിറങ്ങി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുമാണ്. പിന്നെ ഇതിൽ നല്ല നാഷണൽ സ്റ്റേറ്റ് സ്വിമ്മർമാരൊക്കെ ഇതിലിപ്പോൾ ഉണ്ട്. ഈ കുട്ടിയുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ച് നോക്കി. നിങ്ങളുടെ കുടുംബത്തിന് ജീവന് വില പോലും സർക്കാർ തരുന്നില്ല. നിങ്ങൾ സമരം നടത്തി, നിങ്ങൾ പണി മുടക്കിയാൽ ഇപ്പോൾ ഇവിടുത്തെ ഈ സഞ്ചാരികളുടെ ജീവൻ ആരാ വില കൊടുക്കുന്നത്? 2 ദിവസം ഞങ്ങൾ ഈ ഇടയ്ക്ക് സമരം ചെയ്തായിരുന്നു. അവർ പോലീസാണ് ഇവിടെ ഇത് നിയന്ത്രിച്ചത്. പോലീസിനെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എത്രത്തോളം പോലീസ് ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് കരയിൽ നിന്നേ അവർക്ക് അത് അവസാനം ബുദ്ധിമുട്ടായി. 2 ദിവസം ഡ്യൂട്ടി അവർക്ക് മനസ്സിലായി അവരെ കൊണ്ട് പറ്റില്ല. നമ്മൾ തന്നെ ആശ്രയിക്കുന്നത്. 2 ദിവസം സമരം ചെയ്തിട്ട് നമുക്കൊരു ഉപയോഗമില്ലായിപ്പോയി. അതിന് എന്തിട്ട് പറയാൻ, ഇനി അടുത്ത സർക്കാർ വരാൻ ഒരുപാട് സർക്കാർ വന്നല്ലോ. ഇപ്പോൾ ഇടതായാലും വലത് മാറി എന്നിട്ട് നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. വോട്ടിന് മാത്രം അവർ നിങ്ങളടുത്ത് പറഞ്ഞത്. വോട്ടിന് മാത്രമേ വരുന്നുള്ളൂ. ഇനി അടുത്ത സർക്കാർ വരാൻ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നോക്കാറുണ്ട്, ഒരു ചാൻസ് കൂടെ നമുക്ക് തരുന്നുണ്ട്. ഇനി എന്താണെന്ന് ഇനി നമ്മൾ ചെയ്ത് നോക്കണം. സമരം ചെയ്താലേ കിട്ടുള്ളൂ. കേരളത്തിൽ സമരം ചെയ്താൽ കുറച്ച് ജീവനക്കാരേ ഉള്ളൂ ലൈഫ് ഗാർഡ് എന്ന് പറയാൻ വേണ്ടി. അതുപോലെ സമരം ചെയ്ത് നമ്മൾ സമരം വിജയിക്കാതെ നമ്മൾ ഒരു ദിവസം ഇവിടെ ഡ്യൂട്ടി ചെയ്യാണ്. കുറച്ച് പേരാണ് സമരത്തിന് പോകുന്നത്. അപ്പോൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും ഇവിടെ ഒന്നും നടക്കില്ല. ആക്സിഡൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ മനുഷ്യത്വം പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സമരം അത് നല്ല ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോയാൽ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളെ അറിവിലേക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു അനിശ്ചിതകാല സമരത്തിന് പോയാലും ഇവിടെ പറഞ്ഞ സഞ്ചാരികൾക്ക് സുരക്ഷയില്ലാതാകും. അവരെ സ്വയം അവർ നോക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. നമ്മളെ വിളിക്കണമെന്നുണ്ട് അവരിങ്ങോട്ട് വരുന്ന വിളിക്കായിരുന്നു അവരെ ഉള്ളിലോട്ട് ഇറങ്ങി പിറ്റുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ജീവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ ജോലി ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം നമ്മളത് കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ ഈ സഞ്ചാരികൾ എത്ര വിസിലടിച്ചിട്ട് അവർ തിരിച്ചു വരണില്ല. അത്ര കടലിലോട്ട് പോവുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് വരെയല്ലേ എത്രത്തോളം? അതെ, ഫോറിനേഴ്സ് ആകുമ്പോൾ നല്ല സിമ്മറാണ്. എന്നാലും അവർക്ക് ആക്ഷൻ ഉണ്ടാവും. അവരെ പുറകെ ഇത് മലയാളിയും ഹിന്ദി ആൾക്കാരും പോകും. നമ്മളെ വിസിലടിച്ചാലും അവരെ മുന്നേ നിൽക്കുന്ന ആളിനെ കാണിക്കും അവർ നിൽക്കുന്നതാണെന്ന് പറയും. പക്ഷെ ഇവർ സിമ്മറല്ലായിരിക്കും. അവർ സിമ്മറാണ്. അവർ പോകുമ്പോൾ നമുക്കറിയാം. പക്ഷേ അവർ വിളിച്ചാൽ വരില്ല. അവൻ്റെ ഹിന്ദി ആയാലും മലയാളി ആയാലും അവരെ ആക്ഷൻ ഉണ്ടാകും. നമ്മളില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഡെയിലി അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ദിവസം 2 ദിവസം ഇല്ലെങ്കിൽ സീസൺ ടൈമിലാണെങ്കിൽ ഇവിടെ നല്ല ആക്സിഡൻ്റ് ഉണ്ടാവും. നല്ല മരണം ഉറപ്പാവും. ഫസ്റ്റായിട്ട് ശമ്പളം ഉടനെ കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഉടനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഒരു 25-ാം തീയതിക്കകത്ത് വെച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. 25 കിട്ടിയാലും അടുത്ത ശമ്പള ഡേറ്റ് വരെയാണ്. അതെ, അപ്പം എന്ത് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് കിട്ടിയാലല്ലേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി നമുക്ക് വേറെ ഒന്നും വഴക്ക് പറയാൻ അങ്ങനെയൊന്നും പറ്റില്ല. ന്യായമായ രീതിയിൽ സാർ എത്രയും പെട്ടെന്ന് നമ്മളെ മേലധികാരികൾക്ക് നമുക്ക് പറയാനേ പറ്റൂ. മറ്റ് സർക്കാർ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്താൻ പോലും പറ്റില്ല ഇവിടെ. അതങ്ങനെ മിന്നൽ പണിമുടക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ചില നിബന്ധനകളുണ്ട്. മറ്റുള്ളവർ മിന്നൽ പണിമുടക്ക് നടത്തുന്നത് പോലെ നമുക്കിവിടെ നടത്തി കഴിഞ്ഞാൽ നമ്മളെ തൊഴിലിനോടുള്ള ഇത് തന്നെ നമുക്ക് അവഗണനയായി പോകും. ഞങ്ങൾ സ്വയം അവഗണിക്കുന്നതാവും. അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പാണ് കാര്യങ്ങൾ അവതാളത്തിലാവും. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഈ കേരള പോലീസ് മിന്നൽ പണിമുടക്ക് എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിനേക്കാൾ അതിഭയാനകമായിരിക്കും ഇവിടെ. കാരണം അല്ലെങ്കിൽ പോലീസുകാർ നിന്ന് ഇവിടെ ഒരു ടൂറിസ്റ്റുകളെയും കുളിക്കാതെ ഇറക്കാൻ വേണ്ടി ബീച്ചിൽ ഇറക്കാതെ ഒരിക്കലും പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ അത് ഇടിവാകും. ടൂറിസത്തിന് ഇടിവാകും, വളരെയധികം ഇടിവാകും. അങ്ങനെ കരുതലായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ചേച്ചിയുടെ മോൾക്കല്ലേ ഇവിടെ സംഭവം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലൈഫ് ഗാർഡ് ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റിയത്? എന്താ പറയുക? തീർച്ചയായിട്ടും അതൊരു വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ വണ്ടിയിലായിരുന്നു. ഇത് കേട്ടപ്പോൾ ഓടി വന്നപ്പോഴേക്കും അവരെല്ലാവരും കൂടി വന്ന് രക്ഷപ്പെടുത്തി. വലിയ ഉപകാരം, സന്തോഷമുണ്ട്. അവരെ വല്ലാണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു. എന്തായാലും സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാമത്തെ. എന്തായാലും കോവളത്ത് നിന്ന് ക്യാമറാമാൻ ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.